കേരള സംസ്ഥാന വഖഫ് ബോർഡ് പുതിയ മെമ്പർമാർക്കുള്ള സ്വീകരണ പരിപാടിയും വടകര താലൂക്ക് മഹല്ല് കമ്മിറ്റി ഭാരവാഹികളുടെ സംഗമവും സംഘടിപ്പിച്ചു. 1995 വഖഫ് നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫുകളുടെ മുഴുവൻ വസ്തുവിവരങ്ങളും കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സെൻട്രൽ പോർട്ടലിൽ ഉൾപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വസ്തുക്കൾ പോർട്ടലിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും ഉമ്മീദ് നിയമം സംബന്ധിച്ചും വടകര താലൂക്കിലെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത വഖഫ് സ്ഥാപന പ്രതിനിധികൾക്ക് ബോധവൽക്കരണ ക്ലാസ് മന്ദിരത്തൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, ബോർഡ് അംഗങ്ങളായ KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA, K ഉമ്മർ ഫൈസി എന്നിവർ സംബന്ധിച്ചു. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അന്യാധീനപ്പെട്ടിരിക്കുന്ന വഖഫ് സ്വത്തുക്കൾ വീണ്ടെടുക്കലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മഹല്ലെ സംബന്ധിച്ച് ഉണ്ടാകുന്ന തർക്കങ്ങളും കാര്യങ്ങളുമെല്ലാം തന്നെ നിയമത്തിനും ചട്ടത്തിനും വിധേയമായി രമ്യമായി പരിഹരിക്കുക, അതിന് നേതൃത്വം കൊടുക്കുക എന്ന മുഖ്യമായ കടമയാണ് വഖഫ് ബോർഡുകൾക്ക് നിർവഹിക്കാനുള്ളത് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ പുതിയ കാലഘട്ടം വെല്ലുവിളി നേരിടുന്ന ഘട്ടമാണ് എന്ന് നാം എല്ലാം ഓർമ്മിക്കേണ്ടതുണ്ട്. നിലവിലുണ്ടായിരുന്ന നിയമമെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പുതിയൊരു വഖഫ് നിയമം ഇപ്പോൾ പാസാക്കി. കേന്ദ്ര ഭരണാധികാരികൾ തന്നെ പറയുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ സ്ഥലം ഭൂമി വഖഫ് ബോർഡിന് കീഴിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പം വഖഫ് ബോർഡുകൾക്ക് കീഴിൽ എത്ര സ്ഥലമുണ്ട്, എത്ര സ്വത്തുണ്ട് എന്ന് കൃത്യമായി ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഓൺലൈൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ നിർബന്ധമുണ്ട്. നിയമത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിർബന്ധപൂർവ്വം രജിസ്റ്റർ ചെയ്യണം എന്ന് പോലും പറയുന്ന അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, സംസ്ഥാന തലത്തിലുണ്ടായിരുന്ന വഖഫ് ബോർഡിലൊക്കെ ചില മേഖലകളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന രീതിയായിരുന്നു ഉണ്ടായി. എംപിമാരുടെ ഇടയിൽ നിന്നുള്ള പ്രതി എംപിമാർ വോട്ട് ചെയ്തുകൊണ്ടും, അതുപോലെ MLA മാരുടെ ഇടയിലുള്ള പ്രതി MLA മാർ വോട്ട് ചെയ്തുകൊണ്ടും, മുത്തവല്ലിമാരുടെ പ്രതി വോട്ട് ചെയ്തുകൊണ്ടുമാണ് നേരത്തെ ഉണ്ടായിരുന്നത്, അല്ലേ? അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പുതിയ നിയമത്തിൽ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ബോർഡാണ് നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 11 അംഗ ബോർഡായിരിക്കണം എന്നാണ് നിയമത്തിന്റെ വിശദാംശങ്ങളിലൂടെ പറയുന്നത്. നിലനിൽക്കുന്നുണ്ട്. ആ സംശയ ദൂരീകരണത്തിന് വേണ്ടി അടിയന്തര സ്വഭാവത്തിൽ ഒരു ക്യാമ്പ് വിളിച്ചു ചേർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മറുപടി നൽകിയത് എത്രയും പെട്ടെന്ന് ആ ക്യാമ്പ് നമുക്ക് വിളിച്ചു ചേർക്കാൻ കഴിയും. ആ ക്യാമ്പിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില ട്രെയിനിങ് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും തിരിച്ച് ഇതിനൊക്കെ അവസരം ഒരുക്കിയ MLA ക്ക് നന്ദിയും കടപ്പാടും സ്വീകരണവും നൽകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തുകൂടി.